ലേക്ക് സ്വാഗതം. നമ്മളേവരും കാത്തിരുന്ന സിനിമ തന്നെയായിരുന്നു വർഷങ്ങൾക്ക് ശേഷം. അതിനൊറ്റ കാരണം തന്നെയാണ് പ്രണവ് മോഹൻലാൽ എന്നുള്ള ആ ഒരു പേര്. പ്രണവിൻ്റെ സിനിമയായതുകൊണ്ട് തന്നെയാണ് ഈ സിനിമയ്ക്ക് ഈ ഒരു കാലഘട്ടത്തിൽ അത്രത്തോളം ഇമ്പോർട്ടൻസ് വന്നത്. നമുക്കറിയാം, വിനീത് ശ്രീനിവാസൻ്റെ മൂവിയാണ്, വിനീത് ശ്രീനിവാസൻ്റെ യൂണിവേഴ്സാണ്. അതിനകത്തിൽ അദ്ദേഹം നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒട്ടുമിക്ക താരങ്ങളും അണിനിരുന്ന നല്ല ഒരു സിനിമയാണ്. പക്ഷേ ഇന്ന് നമ്മൾ കാണുന്നത് സിനിമയുടെ പോസ്റ്ററുകളിൽ ഈ പറഞ്ഞ പോലെ തന്നെ പ്രണവ് മോഹൻലാലിൻ്റെ പടമില്ലാതെ നിവിൻ പോളിയുടെ പടം വരുന്നു. നമുക്കറിയാം, മികച്ച രീതിയിൽ തന്നെയാണ് നിവിൻ പോളി സെക്കൻഡ് ഹാഫ് കൊണ്ടുപോയിരിക്കുന്നത്. ഒരു ഗംഭീരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവ്, ഇതെല്ലാം നമ്മൾ സമ്മതിക്കുന്ന കാര്യം തന്നെയാണ്. ഒപ്പം മികച്ച താരനിരയോടുകൂടി നിൽക്കുമ്പോൾ ധ്യാൻ ശ്രീനിവാസൻ്റെ അസാമാന്യമായ പെർഫോമൻസ്, അതേപോലെ ഒരു വിനീത് ശ്രീനിവാസൻ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവരെ ഏത് തലത്തിൽ കൊണ്ടുപോകും അതേപോലെയുള്ള സിനിമ. ഇതിനകത്തിൽ അഭിനയിച്ചേക്കുന്ന എല്ലാവരും നല്ല രസകരമായിട്ട് തന്നെ കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഒരു ചോദ്യം ഇതാണ്, പ്രണവിൻ്റെ പേരിൽ വന്ന ഈ ഒരു സൂപ്പർ ഹിറ്റ് എന്തുകൊണ്ട് ഇന്ന് പ്രണവിൻ്റെ പേരിൽ പോകുന്നില്ല എന്നുള്ളതാണ്. അതായത് എൻ്റെ മനസ്സിലുള്ള ഒരു ചോദ്യം പെട്ടെന്ന് വന്ന വേറെ ഒന്നുമല്ല, നരസിംഹത്തിലെ നായകൻ മമ്മൂട്ടിയാണെന്ന് പറയുന്ന പോലെയാണ്. അതായത് നരസിംഹത്തിൽ 10-15 മിനിറ്റ് മമ്മൂട്ടി വന്നപ്പോൾ അതൊരു ഗംഭീര കസറൽ തന്നെയായിരുന്നു, ഒന്നും പറയാനില്ലാത്ത കസറൽ തന്നെയാണ്. ഒരു പക്ഷേ നമ്മൾ കൊതിച്ചുപോയി ആ ഒരു ക്യാരക്ടർ കുറേയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ. അതിനെ വെച്ച് ഷാജി കൈലാസ് ഒരു സിനിമ തന്നെ ചെയ്യുമെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു. എന്താണ് 15 മിനിറ്റിലുള്ള ആ ഷോ സ്റ്റീലർ മമ്മൂട്ടി തന്നെയായിരുന്നു. എന്ന് വെച്ചിട്ട് നരസിംഹത്തിലെ നായകൻ മമ്മൂട്ടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് കാണാൻ എന്നുള്ള, അല്ലെങ്കിൽ ആര് അതിന് ഇങ്ങനെ ഒരു വിശ്വസിക്കും എന്നുള്ളതാണ്. ഒരു മമ്മൂട്ടി ഫാൻസോ അല്ലെങ്കിൽ മോഹൻലാൽ ഫാൻസോ ഒരാളും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ക്യാമിയോ റോളിൽ ഗംഭീരമായിരുന്നു. ചിലർ ഹാർഡ് കോർ ആയിട്ടുള്ള ഫാൻസുകൾ പറഞ്ഞിട്ടുണ്ട് ആ ഒരു സിനിമയിൽ അത്രത്തോളം ഗംഭീരമാക്കിയത് മമ്മൂട്ടിയുടെ പെർഫോമൻസാണ്, ലാലേട്ടനെ രക്ഷിച്ചതാണ്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ആ ഒരു രീതിയിൽ തന്നെയാണ് ഇവിടെ നമുക്ക് വർഷങ്ങൾക്ക് ശേഷം എന്നുള്ള സിനിമയിൽ നിവിൻ പോളിയുടെ അഭിനയവും നമുക്ക് കാണാൻ കഴിയുള്ളൂ. പൂർണ്ണമായിട്ടും ഈ സിനിമ ഇറങ്ങുമ്പോൾ ആരുടെ പേരിലാണോ വന്നിരുന്നത് അത് പ്രണവ് മോഹൻലാലിൻ്റെ പേരിൽ തന്നെയാണ്. ഇന്നും നമ്മൾ നിലകൊള്ളുന്നത്, അല്ലെങ്കിൽ ആ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് വീഡിയോകൾ പോലും ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് പ്രണവിൻ്റെ പേരിൽ തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ അണിയറ പ്രവർത്തകരാണേലും ഒരു കാര്യം പറയാനുണ്ട്, അത് മറക്കരുത്. പ്രണവിൻ്റെ പേരിൽ തന്നെയാണ് നിങ്ങൾ സിനിമ കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ മലയാളി പ്രേക്ഷകർ നിങ്ങൾക്ക് ഇത്രയും സ്വീകാര്യത തന്നത്. ഒരു പക്ഷേ നിങ്ങളുടെ നല്ല സിനിമയാണെങ്കിൽ ആ സ്വീകാര്യതയൊക്കെ കിട്ടും, അതിന് സംശയങ്ങളൊന്നുമില്ല. പക്ഷേ ഇവിടെ ഞങ്ങളെപ്പോലുള്ളവർ കൂടുതൽ സപ്പോർട്ട് ചെയ്തത് പ്രണവിൻ്റെ പേരിൽ തന്നെയാണ് എന്നുള്ളതാണ്. ഒപ്പം ഈ സിനിമ കാണാൻ പോയതും പ്രണവ് ഉള്ളത് കൊണ്ട് തന്നെയാണ്. ഒരു പക്ഷേ അല്ലെങ്കിൽ അതൊരു സെക്കൻഡ് ചോയ്സ് ആയിട്ട് ഈ സിനിമയെ കണ്ടേനെയും എന്നുള്ളതാണ്. ഫസ്റ്റ് ചോയ്സ് ആയിട്ട് ഈ സിനിമ കാണാനുള്ള കാരണം പ്രണവ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നിയത് ഇന്നത്തെ ഈ പോസ്റ്ററുകളും കാര്യങ്ങളും കാണുമ്പോൾ? ഇപ്പോൾ പ്രണവിനെക്കുറിച്ച് അല്ലെങ്കിൽ ബാക്കിയുള്ള ഈ പോസ്റ്ററുകളിലെല്ലാം തന്നെ നിവിൻ്റെ അൾട്ടിമേറ്റ് നിവിനിസം എന്നുള്ള ഒരു ലെവലിലേക്ക് വരുന്നു. ഇതിൽ നമുക്ക് നിവിൻ പോളിയോട് പ്രത്യേകിച്ച് വെറുപ്പോ കാര്യങ്ങളോ ഒന്നും ഉള്ളതുകൊണ്ടല്ല പറയുന്നത്. വലിയ ഇഷ്ടം തന്നെയാണ് നിവിൻ പോളി, അദ്ദേഹത്തിൻ്റെ സിനിമകളും ഇഷ്ടം തന്നെയാണ്. അവസാനം ഇറങ്ങിയ സിനിമകളൊന്നും വലിയ ഇഷ്ടമായില്ലെങ്കിലും നേരത്തെ സിനിമകളൊക്കെ അദ്ദേഹത്തിൻ്റെ ഇഷ്ടമാണ്. ഇപ്പോഴും ഈ ഒരു പെർഫോമൻസും മികച്ചതെന്ന് തന്നെ പറയുന്നു. പക്ഷേ മറക്കാതെ പറയാം, ഇത് പ്രണവ് ചിത്രം തന്നെയാണ്. കാരണം ഞങ്ങൾ കണ്ടത് ഇത് പ്രണവിൻ്റെ ചിത്രമായിട്ട് തന്നെയാണ് എന്നുള്ളതാണ്. നിങ്ങളുടെ കമൻസുകൾ പ്രതീക്ഷിക്കുന്നു. ഗ്രേറ്റ് മീഡിയാസ്.